വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് 2-3 ദിവസത്തെ ഒന്നിച്ചുള്ളൊരു വ്ളോഗാണ് ഇന്ന് കാണിക്കുന്നത്. ഞങ്ങൾ രാവിലെ ബാംഗ്ലൂർക്ക് പോവുകയാണ്. ഒരു അത്യാവശ്യ കാര്യത്തിന് എമർജൻസി ആയിട്ട് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ പോകുന്ന ദിവസം ഭയങ്കര മഴയായിരുന്നു. 3-4 ദിവസം കേരളത്തിൽ ഭയങ്കര മഴയുണ്ടായിരുന്ന ഒരു ടൈമില്ലായിരുന്നു. ആ സമയത്താണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യമായതുകൊണ്ട് നമ്മുടെ യാത്ര മാറ്റി വയ്ക്കാൻ പറ്റാത്തതായതുകൊണ്ട് ഞങ്ങൾ പിന്നെ അന്ന് തന്നെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോകുന്ന വഴിക്ക് ചില സ്ഥലങ്ങളിൽ ഭയങ്കര മഴയായിരുന്നു, ചില സ്ഥലത്ത് മഴ ഒരു തോർന്ന രീതിയിലായിരുന്നു. അത്യാവശ്യം നല്ല ട്രാഫിക്കും അന്നുണ്ടായിരുന്നു. പിള്ളേരൊന്നും ഞങ്ങളുടെ കൂടെ ഇല്ലായിരുന്നു. ഇപ്പോൾ ഞാനും ലിജയും തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ ഞങ്ങൾ കുറച്ച് താമസിച്ചാണ് ഇറങ്ങിയത്. ഒരു 8 മണി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഇറങ്ങിയത്. പിന്നെ ഉച്ചയായപ്പം നമ്മൾ പാലക്കാട് കോയമ്പത്തൂർ ആ റോഡിലുള്ള ഈതൻസ് ആപ്പിൾ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് വന്ന് അവിടെ നിന്ന് നമ്മൾ ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ സദ്യയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, മീൻകറിയുള്ള സദ്യ ഉണ്ടായിരുന്നു. അപ്പം ഇതൊക്കെയാണ് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന വിഭവങ്ങൾ. പിന്നെ എക്സ്ട്രാ ഒരു ഫിഷ് ഫ്രൈയും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലിജോ പിന്നെ ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബിരിയാണിയുടെ സൈഡ് ഡിഷായിട്ട് റൈത്തയും അച്ചാറും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. സാമ്പാറാണ് കേട്ടോ ഞാൻ എടുത്തത്. പിന്നെ രസവും അതുപോലെ തന്നെ മോരുകറിയൊക്കെ നമുക്ക് ചെറിയൊരു ബൗളിനകത്താക്കി അവർ തന്നിട്ടുണ്ടായിരുന്നു. ലിജോ ചിക്കൻ ബിരിയാണിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ പരിചയമുള്ള 2-3 പേര് വന്നായിരുന്നു. അപ്പോൾ അവരോടൊക്കെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റേതായിരുന്നു, പക്ഷേ ലിജോ ടേസ്റ്റി ആയിരുന്നു. ബിരിയാണി എങ്ങനെയുണ്ടായിരുന്നു? ബിരിയാണി അടിപൊളി ബിരിയാണി, ഒരു രക്ഷയില്ല. എൻ്റെ ഫിഷ് ഫ്രൈ ഉണ്ടായിരുന്നു, അതും എടുത്തോണ്ട് പോയി. ഇനി ബിരിയാണിയിൽ ഒന്നുമില്ല, നോക്കിക്കേ എല്ലാം. എൻ്റെ ഫിഷ് ഫ്രൈയും എടുത്തോണ്ട് പോയി, എനിക്ക് വേണ്ടി വാങ്ങിച്ചതായിരുന്നു, അതും എടുത്തോണ്ട് പോയി. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങിയപ്പോഴത്തേനും മഴയൊക്കെ ഏകദേശം ഒന്ന് തോർന്നിരിക്കുകയാണ്. അധികം മഴയൊന്നുമില്ല, പക്ഷേ ഏത് സമയത്തും മഴ പെയ്യാം എന്നുള്ള ഒരു രീതിയിലാണ്. ചെറുതായിട്ടൊക്കെ ഒരു മഴയൊന്ന് പൊടിയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങളുടെ യാത്ര തുടർന്നു. പോകുന്ന വഴിക്ക് വൈകുന്നേരം ആയപ്പോൾ ഒരു ഫിൽറ്റർ കോഫിയൊക്കെ കുടിച്ചിട്ടാണ് പിന്നെ ഞങ്ങളുടെ യാത്ര തുടർന്നത്. അപ്പോൾ 2 ഫിൽറ്റർ കോഫി ഓർഡർ ചെയ്തു. അത് വന്ന് അത് അവിടെ നിന്ന് കുടിച്ചിട്ട് യാത്ര തുടർന്നു. അപ്പം ഇവിടെ അങ്ങനെ വലിയ മഴയും അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഒരു ഇരുണ്ട് മൂടിയ ഒരു കാലാവസ്ഥയായിരുന്നു, അത്ര തെളിച്ചമുള്ള ഒരു കാലാവസ്ഥയല്ലായിരുന്നു. കർണാടകയെ കയറിയപ്പോഴത്തേനും പിന്നെ ചെറുതായിട്ടൊന്ന് മഴയൊക്കെ ഇങ്ങനെ ഒന്ന് പൊടിയാനായിട്ട് തുടങ്ങി. ഞങ്ങൾ ബാംഗ്ലൂർ എത്തിയപ്പോഴത്തേനും ഏകദേശം രാത്രി ആയിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ രാവിലെ കുറച്ച് താമസിച്ചാണല്ലോ ഇറങ്ങിയത്. അപ്പം എനിക്ക് തോന്നുന്നൊരു 7:30-8 മണിയൊക്കെ ആയി ഞങ്ങൾ ഹോട്ടൽ റൂമിൽ ചെന്നപ്പോഴത്തേനും. എന്നോട് എപ്പോഴും ചോദിക്കും പിള്ളേരെയും കൂടെ കൊണ്ടുപോകത്തില്ല ഇങ്ങനെ കറങ്ങാൻ പോകുമ്പോഴൊക്കെ. അപ്പം ഈ ഒരു ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ കമ്പനിയുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ പോകുന്നതാണ്. അപ്പം അതുകൊണ്ട് ഒഫീഷ്യൽ കാര്യങ്ങളായതുകൊണ്ടാണ് നമ്മൾ പിള്ളേരെ ഒന്നും കൂട്ടാണ്ട് പോകുന്നത്. പിന്നെ ഫാമിലി ട്രിപ്പൊക്കെ ആയിട്ടുള്ളപ്പോഴാണ് കൂടുതലും ഞങ്ങൾ പിള്ളേരെയും കൂട്ടിക്കൊണ്ടൊക്കെ പോകുന്നത്. പിന്നെ പർച്ചേസും കാര്യങ്ങളിലൊക്കെ പോകുമ്പോൾ ചില സമയത്ത് പിള്ളേരെ കൊണ്ടുപോകാറുണ്ട്, അതായത് സ്കൂളൊക്കെ അവധിയൊക്കെ ആണെങ്കിൽ. എനിക്ക് പിന്നെ വീഡിയോ ഒക്കെ എടുക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ട് ഇങ്ങനെ പോകുന്ന ട്രിപ്പിലൊക്കെ ചിലപ്പോൾ ഞാൻ റീൽസാക്കിയും വീഡിയോ ആക്കിയൊക്കെ ഇടാറുണ്ട്. അപ്പം എപ്പോഴും കാണുമ്പോൾ വിചാരിക്കും എല്ലാ ദിവസവും ഇങ്ങനെ കറങ്ങാൻ പോകുന്നതാണ്. അപ്പോൾ എല്ലാ ദിവസവും കറങ്ങാൻ പോകുന്നതല്ല, ഓരോ ജോലി ആവശ്യത്തിനായിട്ട് ഇങ്ങനെ പോകുന്നതാണ്. അപ്പോൾ നൈറ്റ് ഞങ്ങൾ ഡിന്നർ പറഞ്ഞിരുന്നായിരുന്നു. ഇത് ചപ്പാത്തിയും കറിയും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇത് പിറ്റേ ദിവസം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറായിരുന്നു. ഇത് ബൊഫേ സിസ്റ്റം തന്നെയായിരുന്നു. അപ്പം ഒരുപാട് ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു. ഇഡ്ഡലി, ദോശ, അതുപോലെ റാഗി ദോശ, ആലു പൊറാട്ട, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഉഴുന്നുവട ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യൻ സ്റ്റൈലും ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നോർത്ത് ഇന്ത്യൻ ഡിഷസും അവിടെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. ഹെൽത്തി ആയിട്ടുള്ള ഓട്സും അതുപോലെ തന്നെ മുളപ്പിച്ച പയറും അങ്ങനത്തെ ഐറ്റംസും ഉണ്ടായിരുന്നു. പിന്നെ സ്വീറ്റായിട്ട് ഹൽവ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ കേസരി ബാത്ത് ഉണ്ടായിരുന്നു. പിന്നെ എന്താണ്, പിന്നെ എനിക്ക് തോന്നുന്നു എഗ്ഗിൻ്റെ വെറൈറ്റീസ് ഉണ്ടായിരുന്നു, അതായത് പുഴുങ്ങിയ മുട്ട ഉണ്ടായിരുന്നു, എഗ് ബുർജി ഉണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു പ്ലേറ്റിൽ ഇതായിരുന്നു, അതായത് ഇത് എൻ്റെ പ്ലേറ്റാണ്. ഇത് പിന്നെ ലിജോയുടെ പ്ലേറ്റാണ്. ഇതിനകത്ത് പുലാവും കൂടെ വന്നിട്ടുണ്ട്, അപ്പോൾ അത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതും കൂടെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ 2 ദിവസം ബാംഗ്ലൂരായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങളിതുപോലെ മാമ്പഴം കണ്ടപ്പം അത് മേടിക്കാമെന്ന് പറഞ്ഞ് കയറിയതാണ് ഇവിടെ. അപ്പോൾ ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ, ഞാൻ കേട്ടിട്ടില്ലാത്ത കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരത് എല്ലാം ടേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ടേസ്റ്റാണോ അത് എടുത്താൽ മതി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു 2 പീസ് ടേസ്റ്റ് ചെയ്യാൻ തന്നു. എന്നിട്ട് പിന്നെ നമ്മളിവിടെ ആപ്പിൾ മാംഗോ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഉണ്ടായിരുന്നു. അപ്പം അതാണ് എനിക്കൊന്നൊരു 4-5 കിലോ മാമ്പഴം നമ്മൾ അവിടുന്ന് പർച്ചേസ് ചെയ്തു. ഈ മാമ്പഴമൊക്കെ ആയിട്ട് വീട്ടിൽ ചെന്നപ്പോൾ ജോക്കൂട്ടർ എന്നോട് ചോദിക്കുക, നിങ്ങൾ മാങ്ങ പറിക്കാനാണോ ബാംഗ്ലൂർ പോയതെന്ന്.
എന്നാലും ഞങ്ങൾ വരുന്ന വഴിക്ക് നമ്മൾ കേരളത്തിൽ കയറിയപ്പോൾ തൊട്ട് ഭയങ്കര മഴയായിരുന്നു. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇവിടെ പിള്ളേർക്ക് സ്കൂൾ തുറക്കുന്ന ദിവസമായിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇവിടെ പിള്ളേർക്ക് സ്കൂൾ തുറക്കുന്ന ദിവസമാണ്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇവിടെ അപ്പവും ചിക്കൻ കറിയായിരുന്നു. അപ്പോൾ ചിക്കൻ കറിയൊക്കെ ഒന്ന് റെഡിയാക്കി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഉച്ചയ്ക്ക് എന്തായാലും ഇന്ന് ലഞ്ച് കൊണ്ടുപോകുന്ന ദിവസമാണല്ലോ സ്കൂൾ തുറന്നത് കൊണ്ട്. അപ്പോൾ ഇന്നത്തെ മെനു എന്ന് പറഞ്ഞാൽ ലഞ്ചിന് ഇവർക്ക് ചിക്കൻ ഫ്രൈഡ് റൈസും റൈത്തയുമാണ്. അത് 3 പേർക്കും ഒരേപോലെ ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ റൈത്തയ്ക്ക് വേണ്ടി നല്ല കട്ടിയുള്ള തൈര് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ടുണ്ട്. ക്യാരറ്റ് ആഡ് ചെയ്തു. പിന്നെ കുക്കുംബർ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. അപ്പോൾ കുക്കുംബർ ഇട്ടിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ടു. കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി. വേറെ പച്ചമുളകൊന്നും ഇതിനകത്ത് ഇട്ടിട്ടില്ല പിള്ളേർക്കായതുകൊണ്ട്. പിന്നെ ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡിയാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. നമ്മൾ ബസുമതി റൈസ് ഒന്ന് ഇങ്ങനെ വേവിച്ചിട്ട് പിന്നെ ചോറൊന്ന് വാർത്തെടുക്കും. അതേപോലെ തന്നെ ഫ്രൈഡ് റൈസിനായിട്ട് ഞാൻ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞ് ഒന്ന് എണ്ണയ്ക്കകത്ത് വെജിറ്റബിൾസ് എല്ലാം സോട്ട് ചെയ്ത് പിന്നെ റൈസും കൂടി ഇട്ട് നമ്മൾ ഫ്രൈഡ് റൈസ് പോലെ ആക്കി എടുക്കുന്നതാണ്. അപ്പോൾ റൈസൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ സാറ എണീറ്റ് വന്നു. സാറ എണീറ്റ് വന്നപ്പോഴത്തേന് സാറയ്ക്ക് പിന്നെ കുറച്ച് പാലൊക്കെ ഇട്ട് കൊടുക്കുവാണ്. സാറ സ്കൂളിൽ പോകാൻ ഭയങ്കര ഹാപ്പിയാണ്. ഫസ്റ്റ് സ്റ്റാൻഡേർഡിലായതുകൊണ്ട് പുതിയ ഫ്രണ്ട്സിനൊക്കെ കിട്ടും എന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലാണ് സാറ. അന്നയ്ക്കും ജോക്കൂട്ടനും അങ്ങനെ സ്കൂൾ തുറന്നത് കൊണ്ട് പോകണമെന്ന് വലിയ ആഗ്രഹമൊന്നുമില്ല, എന്നാലും സ്കൂളിൽ പോകണമല്ലോ എന്ന് വിചാരിച്ചവർ പോകുന്നതാണ്. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് കുറച്ച് സ്പ്രിംഗ് ഒണിയനും ഒക്കെ ഇട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് 3 പേർക്കും ഒരേപോലെ ഇഷ്ടമുള്ള ഒരു ഐറ്റം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ചിക്കൻ ഫ്രൈഡ് റൈസ് തന്നെ ആക്കിയത്. അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് ഫിൽറ്റർ കോഫിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതായത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ യൂഷ്വലി എന്നും ഇവിടെ ചായയാണ്, ഇടയ്ക്ക് മാത്രമാണ് നമ്മളിവിടെ കോഫി കുടിക്കുന്നത്. അപ്പോൾ ഫിൽറ്റർ കോഫിയുടെ ഈ ഉണ്ടാക്കുന്ന ഇത് നമ്മൾ കുട്ടിക്കാനത്ത് പോയപ്പോൾ വാങ്ങിച്ചതാണ്. അങ്ങനെ രാവിലെ നല്ല ചൂടുള്ള ഫിൽറ്റർ കോഫിയൊക്കെ ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റിന് കൂടെ കഴിച്ചതിന് ശേഷം പിന്നെ സാറേനൊക്കെ ഒരുക്കാൻ പോവുകയാണ് സ്കൂളിൽ പോകാനായിട്ട്. ഇന്നിപ്പോൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് സാറയ്ക്കും ജോക്കൂട്ടനൊന്നും യൂണിഫോം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അവർക്കൊക്കെ യൂണിഫോം ചേഞ്ച് ഉണ്ട്. ഫസ്റ്റ് സ്റ്റാൻഡേർഡിലോട്ടും പിന്നെ ജോക്കൂട്ടൻ 5th-ലോട്ടുമാണ്. അപ്പോൾ 2 പേർക്കും യൂണിഫോം ചേഞ്ചാണ്. അപ്പോൾ യൂണിഫോമൊക്കെ സെറ്റായിട്ട് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. സാറയുടെ മുടിയൊക്കെ കെട്ടിക്കൊടുക്കുകയാണ്. അന്നയ്ക്ക് പിന്നെ അഷറിങ് ഉണ്ടായിരുന്നു. അഷറിങ്ങിൻ്റെ ഈ ഒരു കോസ്റ്റ്യൂം സ്കൂളിൽ നിന്ന് തന്നെ തരുന്നതാണ്. അപ്പം ശരിക്കും അവൾ 8th സ്റ്റാൻഡേർഡിലായിരുന്നപ്പോഴാണ് അവളെ ഈ ഒരു ടീമിലെടുത്തത്. അപ്പോൾ 1 ഇയർ ആയിട്ട് അവൾ ഇതിലുണ്ട്. 9th ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം കൂടി അവൾക്കുണ്ടായിരുന്നു. ഇത് ലാസ്റ്റ് ഡേ ആയിരുന്നു അവളുടെ 1 ഇയർ ആയിട്ട്. ഇനിയിപ്പോൾ പുതിയ പിള്ളേർക്കാണ് അവസരം കൊടുക്കുന്നത്. അപ്പോൾ അന്ന ലാസ്റ്റ് ഡേ ഓഫ് അഷറിങ് എന്നൊക്കെ പറഞ്ഞൊരു ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. ഇനിയിപ്പം ഞാൻ പറഞ്ഞല്ലോ പുതിയ പിള്ളേർക്കാണ് അവസരം കൊടുക്കുന്നത്. 8ാം ക്ലാസ്സിലുള്ള ഏതെങ്കിലും പിള്ളേർക്കായിരിക്കും. 9th 10th അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ന് സ്കൂൾ ബസ് വരുമെങ്കിലും 3 പേരെയും ഞങ്ങൾ കൊണ്ടുവിടാമെന്ന് വിചാരിച്ചു. സാറേനെ എന്തായാലും ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് ക്ലാസ്സിലൊന്ന് കയറ്റിയിരുത്തണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അങ്ങനെ സാറേനെയും അന്നേനെയും എല്ലാം 3 പേരെ ഞങ്ങൾ സ്കൂളിൽ കൊണ്ടുവിടാൻ പോവാണ്. ഫസ്റ്റ് ഡേ അല്ലേ? ഹാപ്പി ആണോ? സാറേ ഹാപ്പി അല്ലേ സാറ? എനിക്ക് നല്ല സ്വപ്നം കണ്ടു. ജോക്കൂട്ടറിനെ അന്നമോള് രാവിലെ വിളിച്ചെണീപ്പിച്ചു എന്ന് പറയുന്ന കഥകളാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ 3 പേരെയും സ്കൂളിൽ വിടാനായിട്ട് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. സാറയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. അന്നയ്ക്കും ജോക്കൂട്ടറിനും അത്ര വലിയ സന്തോഷമൊന്നുമില്ല. ഇനിയിപ്പോൾ സ്കൂളിൽ പോകണമല്ലോ, വെക്കേഷനൊക്കെ തീർന്നല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവരിയ്ക്കുന്നത്. അപ്പോൾ സ്കൂളിൽ ചെന്നിട്ട് സാറേനെ ഞാനൊന്ന് ക്ലാസ് റൂമിൽ കയറ്റി വിട്ടതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ തിരിച്ച് കടയിലോട്ട് പോയത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്ക് വ്ളോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.